72 ബൂത്തുകളിൽ മുസ്ലിം ഡോമിനേഷനാണ്. 95% മുതൽ 60% വരെ ഉള്ള അവിടെ മിക്കവാറും എല്ലാ ബൂത്തിലും എനിക്കായിരുന്നു മെജോറിറ്റി. മുന്നേ ഞാൻ മത്സരിക്കുമ്പോഴും 5-6 ബൂത്ത് വെച്ചെല്ലാം എനിക്ക് തന്നെയാണ് മെജോറിറ്റി കിട്ടി കൊടുക്കുന്നത്. മിക്കവാറും എല്ലാ ബൂത്തിലും മെജോറിറ്റി കിട്ടി. അപ്പോൾ അതിൽ തങ്ങളുടെ കുടുംബത്തിൻ്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഇടപെടൽ വലിയൊരു സഹായമായി പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ തികച്ച സെക്കുലറായ ഒരു മതന്യൂനപക്ഷമാണ് മുസ്ലിം ജനവിഭാഗം എന്നുള്ളത് നേരത്തെ തന്നെ തെളിഞ്ഞിട്ടുണ്ടെങ്കിലും പലരും അതല്ല എന്ന് പറഞ്ഞ വെറുതെയാണ്. 100% സെക്കുലറായി. അപ്പം എനിക്കെതിരായി മത്സരിച്ചത് ഒരു മുസ്ലിം നാമധാരിയാണ്. അപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ മെജോറിറ്റി 22,000-ലേറെ ഉണ്ടെൻ്റെ മെജോറിറ്റി 72 മുസ്ലിം ഡോമിനേറ്റഡ് ബൂത്തിലും ഭൂരിപക്ഷമായിട്ട് റിസൾട്ട് വന്നത്. അപ്പോൾ അത് അമ്പലപ്പുഴയിലെ മാത്രമല്ല, കേരളമൊട്ടാകെ ഹൈലി സെക്കുലറായ ഒരു വിഭാഗമാണ് മുസ്ലിം ജനവിഭാഗം. അത് നമ്മുടെ ചരിത്രത്തെ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്, രേഖപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷമാണ്. സഹായിച്ചവരെയൊക്കെ നമുക്ക് നന്ദി ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ആ നിലയിലാണ് അദ്ദേഹത്തെ കാണാൻ കഴിയും. ഈ അങ്ങയുടെ ഒരു വരവ് UDF-ന് ഈ ഒരു തരംഗത്തിന് സഹായിച്ചു എന്നൊരു വിലയിരുത്തലുണ്ട്. കാരണം താങ്കൾ ആദ്യം വന്നു, അതിന് പിന്നാലെ തന്നെ കണ്ണൂരിലേക്ക് TK ഗോവിന്ദൻ അടക്കമുള്ളവരുടെ മാറ്റം, അത് ഈ പാണക്കാട് നിന്ന് ഇവർ നേതാക്കളൊക്കെ അങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടോ? അത് പൊതുവെ വിലയിരുത്തിയിട്ടുണ്ട്. ഞങ്ങളതേപ്പറ്റി കൂടുതലായിട്ട് ആ നിലയും ഞാൻ വിശദീകരിക്കാൻ പോയിട്ടില്ല. പക്ഷെ അതൊരു വസ്തുതയാണല്ലോ. പിന്നെ ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഒന്നുമായിട്ട് ഞാൻ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളൊന്നും തമ്മിലൊരു ആശയവിനിമയം നടത്തിയിട്ടുമില്ല. അങ്ങനെ പലതായിട്ടൊന്നുമല്ല. ഞാൻ കാൻഡിഡേറ്റിൽ പ്രഖ്യാപിക്കുമ്പോൾ ആരുടെയെങ്കിലും പിന്തുണ ഉണ്ടാകുമെന്ന പ്രതീക്ഷയില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ UDF കോൺഗ്രസ് മുസ്ലിം പിന്തുണ പ്രഖ്യാപിച്ചു. അത് വലിയൊരു പിന്തുണയായി, താങ്ങായി, തടലായി, അതൊരു വലിയ രക്ഷാകവചമായി. എല്ലാ പ്രവർത്തനവും കോൺഗ്രസ് മുസ്ലിം ലീഗ് നടത്തി. എനിക്കുണ്ട് ഒരു പോസ്റ്റ് പോലും ഒട്ടിക്കാൻ എനിക്ക് ആരെയും ചോദനപ്പെടുത്തേണ്ടി വന്നില്ല. എല്ലാവരും തന്നെ ചെയ്തു. ഏറ്റവും കുറച്ച് ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ നടത്തിയത് ഞാനായിരിക്കും കേരളത്തിൽ. ആ നടത്തിയ എക്സ്പെൻഡിച്ചറിൻ്റെ 80% കോൺഗ്രസ്സാണ് ചെലവഴിച്ചത്. അവരാണത് ചെലവഴിച്ചത്. എനിക്ക് ചില ആളുകൾ കുറച്ച് പൈസ തരും. ഞാൻ ആരുടെയും ചോദിക്കാറില്ല, ഫണ്ട് ഞാൻ ചോദിക്കാറില്ല, ചോദിച്ചൊരു കാലത്തും ഞാൻ വാങ്ങാറില്ല. പക്ഷെ കുറച്ച് പൈസ കിട്ടും. ആ പൈസ ഞാൻ ഇലക്ഷൻ കമ്മിറ്റി ഏൽപ്പിച്ചു. അത്രയേ ഉള്ളൂ. ആ നിലയിൽ സഹായിച്ചു. LDF-ന്റെ ഭാഗമായിരുന്നപ്പോൾ താങ്കൾ ഒരു മികച്ച മന്ത്രിയായിരുന്നു, PWD മന്ത്രിയായിരുന്നു എന്നുള്ള വിലയിരുത്തലുണ്ട്. UDF-ഉം LDF-ഉം ഇപ്രാവശ്യവും താങ്കളെ പ്രതീക്ഷിക്കാമോ? ഇല്ല, ഞാനതേപ്പറ്റി ഒന്നും പ്രത്യേകിച്ച് പ്രതീക്ഷകളോ പ്രതീക്ഷയില്ലായ്മകളോ ഇല്ല. ഞാനതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഇലക്ഷന് മത്സരിക്കുക, അത് ജയിക്കണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. കാരണം എൻ്റെ പിന്തുണ ഇല്ലാതെ തന്നെ മുമ്പൊരു സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു. അയാളുടെ വോട്ട് കുറയ്ക്കാൻ ഞാൻ ശ്രമിച്ചു. എന്താ 10,000-12,000 വോട്ട് ജയിപ്പിച്ചു കൊടുത്ത ശേഷം ഒരു കള്ളപ്രചാരവേല നടത്തി, ഒരു കള്ള അന്വേഷണം കരീമിനെ കൊണ്ട് നടത്തി. അപ്പോൾ എനിക്കൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ പിന്തുണ ഇല്ലാതെ അവിടെ എങ്ങനെയാണ് ഒരു CPM സ്ഥാനാർത്ഥി ജയിച്ചതെന്ന് മാത്രമല്ല, എനിക്ക് 29,000 വോട്ട് ഭൂരിപക്ഷം. അപ്പോൾ ആരോപണമെല്ലാം വേറെ കള്ളമായിരുന്നെന്നും മനഃപൂർവ്വം എന്നെ അവമാനിക്കുകയും ചെയ്തതാണ് എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. 10-13 വർഷം പ്രസ്ഥാനത്തിനോട് പ്രവർത്തിച്ച എന്നോടാണ് ചെയ്തത്. എന്തിനു ചെയ്തു? ഈ കേരളത്തിൽ ഇപ്പോൾ സസ്യപ്രതിക്ക് ഒരു സാഹചര്യം എന്താ അത് ഞാനല്ലോ ചർച്ച ചെയ്തത്. അത് ഇവിടുത്തെ രാജ്യത്തെ ഏറ്റവും നല്ല മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്സാണ്. സെക്കുലർ അല്ല, ഏറ്റവും വലിയ സെക്കുലർ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ് ഇന്ത്യയിൽ. കേന്ദ്രത്തിൽ അധികാരത്തിലില്ലെങ്കിൽ സെക്കുലർ പാർട്ടികളുടെ ഏറ്റവും വലുത് അവരാണ്. അത് അവരുടേതായ പ്രശ്നങ്ങളാൽ കാരണങ്ങളാൽ അവർ 2 വർഷം താമസിച്ചതേ ഉള്ളൂ. അതൊരു മഹാപാതകമാണെന്നൊന്നും പറയാനൊക്കത്തില്ല. എന്നൊന്നും വിലയിരുത്താറായിട്ടില്ല. അവർ 3-4 ദിവസം എടുത്തു. അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവും. അവർ ആ തീരുമാനം എടുക്കുന്നതോടുകൂടി ആ പ്രശ്നം അവസാനിച്ചത് ശക്തമായ തരത്തിൽ നിയമസഭയിലും നാട്ടിലും പ്രവർത്തിക്കുന്നതോടുകൂടി ഈ ഒരു ചെറിയ 2-3 ദിവസത്തെ വ്യത്യാസമൊക്കെ ആളുകൾ പിന്നെ അത് വലിയ പ്രശ്നമായിട്ട് കരുതില്ല. എന്താ അങ്ങ് ചോദിച്ചത്? അങ്ങ് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചിരുന്നു. SNDP ജനറൽ സെക്രട്ടറി. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറത്തിന് വലിയ അധിക്ഷേപം നടത്തിയ ആളാണ്. നിങ്ങൾ ചോദിക്കുന്ന അസംബന്ധമാണ്. SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ലക്ഷക്കണക്കിന് അദ്ദേഹത്തെയാണ് കണ്ടത്. മലപ്പുറമായിട്ട് അതിന് എന്താ ബന്ധം?
മുസ്ലിം ലീഗിനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം അധിക്ഷേപിച്ചതിന് മറുപടി പറഞ്ഞോണം അതിന്. അതെന്ന് എല്ലാവരും പറഞ്ഞു. അധിക്ഷേപിച്ചതിന് മറുപടി പറഞ്ഞോളണം. അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരായി പറയുന്നത് ശരിയല്ലെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. ദേശന്മാരുടെയും പിണറായിയുടെയും പ്രവർത്തനമാണ് വലിയ വിജയം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ സലാമിനോട് ചോദിച്ചോളൂ. അതൊന്നും പറയാനല്ല ഞാനിവിടെ വന്നത്, കേട്ടല്ലോ. മുസ്ലിം ലീഗിനെതിരെ നിരന്തരമായി തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം വിമർശിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. പറഞ്ഞല്ലോ, അത് പറഞ്ഞല്ലോ. അതിനോട് അയാളെ താങ്കൾ പൊന്നാട നീക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വിമർശനം വരുന്നു. സോഷ്യൽ മീഡിയ ഞാൻ നോക്കാറില്ല. സോഷ്യൽ മീഡിയ നോക്കി ഞാൻ രാഷ്ട്രീയം പറയാറില്ല. മനസ്സിലായി. അദ്ദേഹം SNDP ജനറൽ സെക്രട്ടറിയാണ്, ഞങ്ങളുടെ നാട്ടുകാരനാണ്. പക്ഷേ അയാൾ അങ്ങനെ കമ്മ്യൂണൽ പരാമർശങ്ങൾ നടത്തുമ്പോൾ പരാമർശം നടത്തുമ്പോൾ ആദരിക്കുന്നത് ശരിയാണ്. അതിനെതിരായിട്ടല്ല, അതിനെയല്ല ആദരിച്ചത്. നിങ്ങൾക്കൊരു പ്രത്യേക ഉത്തരവ് കിട്ടാൻ വേണ്ടി എന്നോട് ചോദിക്കല്ലേ. നിങ്ങൾക്കൊരു പ്രത്യേക ഉത്തരവ് കിട്ടുന്നത് അത് പ്രതീക്ഷിക്കില്ല. അദ്ദേഹം SNDP ജനറൽ സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ പോകത്തില്ലല്ലോ. അത്രേ ഉള്ളൂ. ആ സ്ഥാനത്ത് ഇരുന്നോണം അയാൾ ഇത്തരം ആ സ്ഥാനത്ത് ഇരിക്കുകയല്ലേ, ചുമ്മാ ഇരിക്കുന്നതാണ്. ഇടയിലിട്ട് പറഞ്ഞ അതിന് മറുപടി ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പരാമർശത്തിനെല്ലാം മറുപടികൾ വന്നിട്ടുണ്ട്. അത് ശരിയല്ല എന്ന് കേട്ടല്ലോ.